ഹലോ, ഇന്ന് കർക്കിടക 2 അല്ലേ. രാവിലെ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് മക്കളെ സ്കൂളിൽ വിട്ടിട്ട് അമ്പലത്തിൽ പോവാന്ന് കരുതിട്ടോ. രാമായണ മാസത്തിൽ പറ്റുന്ന ദിവസമൊക്കെ അമ്പലത്തിൽ പോവാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് പോയത് നമ്മുടെ തട്ടകദൈവം കക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ പൊങ്കാല ഇടാറുള്ളത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വഴിപാട് കൗണ്ടറിന്റെ അവിടെയും നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭഗവതി 3 വലം വെച്ച് തൊഴുതി ഇറങ്ങി. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ അമ്പലത്തിൽ തൊഴുതിറങ്ങുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് അല്ലേ. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അമ്പലത്തിന്റെ ചുറ്റുപാട് നിന്ന് കിട്ടുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സത്യത്തിൽ. ഞാൻ അങ്ങനെ കേട്ടോ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊരു സമാധാനം കിട്ടാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാറൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും അറിയാലോ, ഇവിടെ ലളിത സഹസ്രനാമം ചെല്ലുന്നുണ്ട് കേട്ടോ. കേട്ടോളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ പോയിരുന്ന് ചെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ സമയം കിട്ടാറില്ല. മക്കളൊക്കെ കുറച്ചുകൂടെ വലുതാവട്ടെ അല്ലേ. അല്ല, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുക എന്നാണ് പണ്ടുള്ളവർ പറയാറ്. മഴ പെയ്തുകൊണ്ട് നല്ല ചളിയും വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ശ്രദ്ധിച്ചാണ് നടന്നത്. വെറുതെ അമ്പലത്തിൽ പോയി വഴിക്ക് വീഴണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ മേടിച്ച് വീട്ടിൽ വന്നിട്ടോ. വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ റോസാ ചെടിയിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. കാരണം നല്ല ഡാർക്ക് റെഡാണ്. റെഡല്ല, നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. പക്ഷെ കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ. പെട്ടെന്ന് കൊഴിഞ്ഞു. വേറെ 2 ദിവസം ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഡബിൾ ഷെയ്ഡ് റോസ് ആണ് കേട്ടോ. അതിൽ നിറയെ മുട്ടകളായിട്ടുണ്ട്. അതൊരു യെല്ലോ കളറും നല്ലൊരു റെഡും കൂടെ രണ്ടും കൂടെ ഉള്ളൊരു കളറാണ് കേട്ടോ. വിരിഞ്ഞ് കാണാൻ നല്ല രസമാണ്. പിന്നെ ബാക്കി 2-3 ചെടി നമ്മൾ മുന്നേ ഒരു നഴ്സറി പോയപ്പോൾ മേടിച്ച് വെച്ചതാണ് കേട്ടോ. ഞാനതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഈ റോസാ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ചിട്ടോ. അവിൽ മലരും പഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കും എടുത്ത് വെച്ചേ. പിന്നെ തിരുമേനി എനിക്ക് പ്രാർത്ഥനകൾ എഴുതിയിട്ടുള്ള 2-3 കാർഡ് തന്നു കേട്ടോ. ഹനുമാൻ സ്വാമിയുടെയും അതുപോലെ ശ്രീരാമസ്വാമിയുടെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വായിക്കുന്നത് തന്നെയാണ് സാധാരണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് രാമായണ മാസത്തിൽ ആരൊക്കെ അമ്പലത്തിൽ പോയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ. സീ യു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ തീറ്റ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്ത് തീറ്റ പണ്ടാരെന്ന്? അല്ല കേട്ടോ, ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ടാറ്റാ ബൈ. സീ യു.